എല്ലാവർക്കും നമസ്കാരം. LP UP ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഒരു LP സ്കൂൾ അസിസ്റ്റൻ്റ് ഇൻ്റർവ്യൂവിൻ്റെ അനുഭവം പങ്കുവയ്ക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ള LP സ്കൂൾ അസിസ്റ്റൻറ്റിൻ്റെ മുഖ്യ പട്ടികയിൽ എനിക്ക് ഇടം നേടാനായിട്ട് സാധിച്ചു. OMR എക്സാമിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം നമ്മൾ ഇൻ്റർവ്യൂവിനും കൊടുക്കണം. എല്ലാവരും അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആണെന്നുള്ളത് അറിയാം. അപ്പോൾ അത്രയും നന്നായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഒരു ആത്മവിശ്വാസവും ഉണ്ടാവും. ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുന്നിൽ പോയിട്ട് ഒന്നും അറിയില്ലല്ലോ എന്നുള്ളൊരു ഇത് വരില്ലല്ലോ. അപ്പം ആത്മവിശ്വാസം നമുക്ക് വർദ്ധിക്കാനായിട്ടത് സാധിക്കും. അതുപോലെ തന്നെ എനിക്ക് തിരുവനന്തപുരം PSC ഓഫീസിൽ വെച്ചിട്ടായിരുന്നു ഇൻ്റർവ്യൂ. അപ്പോൾ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുന്ന 10 മണിക്കായിരുന്നു എനിക്ക് ടൈം വെച്ചിട്ടുണ്ടായിരുന്നത്. 9:10 ആയപ്പോൾ തന്നെ എനിക്കവിടെ എത്താൻ സാധിച്ചു. അപ്പോൾ അവർ പറയുന്ന സമയത്തിനും നേരത്തെ ഒരു 1/4 മണിക്കൂർ നേരത്തെ എത്തുന്നതും നമുക്ക് കുറച്ച് റിലാക്സ് ആയിട്ട് ഇൻ്റർവ്യൂവിനെ ഫേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ GK ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഏതെങ്കിലും ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കണം. അത് അത്യാവശ്യമാണ്. ഞാൻ പങ്കെടുത്ത ഇൻ്റർവ്യൂ ബോർഡിന് 3 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നോട് ആദ്യം ക്ലാസ് എടുക്കാനായിട്ടാണ് പറഞ്ഞത്. മണ്ണ് എന്ന് പറയുന്ന സബ്ജക്റ്റ് തന്നിട്ട് അതിനെക്കുറിച്ചിട്ട് ഒരു ക്ലാസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ക്ലാസ് സ്കൂളിൽ പഠിപ്പിച്ചിരിക്കുന്നത് കാരണം എനിക്കത് വലിയ ഒരു പാടുള്ളതായിട്ട് തോന്നിയില്ല. എനിക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ സാധിച്ചു. അല്ലാതെ 1-2 ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് SRG എന്താണ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റി. പക്ഷേ ആധികാരികമായിട്ട് എനിക്കത് പറയാനായിട്ട് സാധിച്ചില്ല. പിന്നീട് ആലോചിച്ചപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് ആലോചിച്ചപ്പോൾ മനസ്സിൽ പറയാൻ കഴിയുമായിരുന്നു എന്ന് തോന്നി. ആ ഒരു ടെൻഷനിൽ അത് പറയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു സംശയം എല്ലാവർക്കും വരുന്നതാണ് ഡ്രസ് കോഡിനെ പറ്റി. സാധാരണ ഇൻ്റർവ്യൂവിന് നമ്മുടെ LP UPയുടെ ഇൻ്റർവ്യൂവിന് ഒരു ഡ്രസ് കോഡ് അങ്ങനെ അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താണോ കംഫർട്ടായിട്ട് തോന്നുന്നത് അത് നമുക്ക് ധരിക്കാൻ സാധിക്കും. ചുരിദാറാണെങ്കിലും സാരി ആണെങ്കിലും. ചിലർക്ക് സാരി ധരിക്കുമ്പോൾ ആത്മവിശ്വാസത്തോടെ പഠിപ്പിക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് ചൂസ് ചെയ്യാം. ചിലർക്ക് സാരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആത്മവിശ്വാസം പോവും, ഡ്രസ്സിലോട്ടാവും ചിന്ത എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ചുരിദാർ തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്തായാലും ലളിതമായിട്ടുള്ള വസ്ത്രധാരണം ആയിരിക്കണം ഏറ്റവും നന്നായിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമുക്കറിയാം, ഇപ്പോഴത്തെ ക്ലാസ് എല്ലാം ചൈൽഡ് സെൻറ്റേർഡ് ആണ്. അപ്പം നമ്മൾ ക്ലാസ് എടുക്കാൻ പറയുമ്പോൾ തന്നെ ആദ്യം ഒരു ലെക്ചർ മെത്തേഡിലോട്ട് പോകാതെ കുട്ടികളുമായിട്ട് സംസാരിച്ച് ഒരു കഥയിലൂടെയോ കവിതയിലൂടെയോ അവരറിയാതെ തന്നെ ആ ഒരു കണ്ടൻറ്റിലോട്ട് ആ ഒരു സബ്ജക്റ്റിലോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുന്നവരെ തന്നെ കുട്ടികളായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരൊന്നും റെസ്പോണ്ട് ചെയ്യാറില്ല. പക്ഷേ റെസ്പോണ്ട് ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് എടുക്കാം. എന്നോടൊരു 4 മിനിറ്റ്, ഞാൻ 4 മിനിറ്റും എടുത്തില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും മതിയെന്ന് പറഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ സ്റ്റേറ്റ് സിലബസിൻ്റെ ഒന്നിടവിട്ടുള്ള എല്ലാ ടെക്സ്റ്റുകളും, അതായത് 1-ാം ക്ലാസ്സിൻ്റെയും 3-ാം ക്ലാസ്സിൻ്റെയും 5-ൻ്റെയും 7-ൻ്റെയും 9-ൻ്റെയൊക്കെ ടെക്സ്റ്റുകളെല്ലാം മാറി വന്ന പുതിയ സിലബസുകളാണ്. അപ്പോൾ ആ ടെക്സ്റ്റുകൾ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, ആനുകാലികമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ അധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള എഴുത്തുകാർക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ടെക്സ്റ്റ് ബുക്കുകളെല്ലാം നന്നായിട്ടൊന്ന് വിലയിരുത്തി പഠിച്ചു വയ്ക്കുന്നത് ഇൻ്റർവ്യൂവിന് ഗുണകരമായിരിക്കും. മറ്റൊരു കാര്യം, ഇപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോട് ഇപ്പോഴും ഞാൻ തിരക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് നമ്മുടെ ബയോഡേറ്റ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഇൻ്റർവ്യൂ ബോർഡ് ചോദിക്കുമെന്നാണ്. അപ്പോൾ എന്നോട് അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല. അപ്പോൾ പ്രധാനമായിട്ടും ബയോഡേറ്റ ഫില്ല് ചെയ്യുമ്പോൾ നമ്മുടെ പ്ലേസും ഒക്കെ റിലേറ്റ് ചെയ്ത്, അപ്പോൾ ചരിത്ര പ്രാധാന്യമുള്ള എന്തെങ്കിലും സ്ഥലത്തു നിന്നാണ് നമ്മൾ വരുന്നതെങ്കിൽ അതുമായിട്ട് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോബി ചൂസ് ചെയ്യുമ്പോൾ, അപ്പോൾ റീഡിങ്ങോ റൈറ്റിങ്ങോ നമുക്ക് പറയാൻ കഴിയാത്തത്, നമുക്ക് അറിയാൻ പാടില്ലാത്തതിനെക്കുറിച്ച് ഹോബിയായിട്ട് എഴുതി വയ്ക്കരുത് ആരും. അപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ കുക്കിംഗ് എന്നാണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാരണം അത്യാവശ്യം എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാമല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷേ എന്നോട് അതിനെപ്പറ്റി ഒന്നും തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല.
എന്നാൽ ഇപ്പോഴത്തെ ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞവരോട് ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മൾ ഡിഗ്രിക്ക് എടുക്കുന്ന വിഷയമുണ്ടല്ലോ, ഐച്ഛികമായിട്ട് തിരഞ്ഞെടുക്കുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്നുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ മെയിൻ എടുത്തവരോട് ഗ്രാമർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ മലയാളം മെയിനായിട്ട് എടുത്തവരോട് കവിതയും അവസാനമായിട്ട് വായിച്ച ടെക്സ്റ്റ് ഏതെന്നും അത് എഴുതിയതാരെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ ചോദിക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില ചോദ്യങ്ങളൊക്കെ നമുക്ക് അറിയില്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത്. പിന്നെ അറിയില്ല എന്ന് പറയുന്നത് കൊണ്ട് നമുക്കതൊരു നെഗറ്റീവായിട്ട് നമ്മുടെ മാർക്ക് പോകുമോ എന്നുള്ള ഒരു ശങ്ക വേണ്ട. ആദ്യം പറഞ്ഞ ഒരു കാര്യം വീണ്ടും പറയുകയാണ്, ടെൻഷൻ വേണ്ട. കാര്യം എനിക്കും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ആ ഇൻ്റർവ്യൂ നടത്തുന്ന ആ റൂമിലോട്ട് കയറി അവരൊക്കെ അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ പോയി ഒരു സെക്കൻഡുകൾ കഴിയുമ്പോൾ തന്നെ നമ്മളങ്ങ് ആകെ റിലാക്സായി. പിന്നെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഗൗരവത്തോടെ കേട്ട് ആൻസർ പറയാനുള്ള ആ ഒരു ഇതിലോട്ട് നമ്മളങ്ങ് ആവും. അതുകൊണ്ട് തന്നെ ടെൻഷൻ വേണ്ട എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് വിഷസ്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയി ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുക. ഇപ്പോൾ നിലവിൽ വന്ന LP-UPയുടെ ചുരുക്കപ്പട്ടികയിലും എനിക്ക് കയറിക്കൂടാൻ കഴിഞ്ഞു. എനിക്കുള്ള ഇൻ്റർവ്യൂ ഈ മാസം ഫെബ്രുവരി മാസം 14-ാം തീയതിയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ചോദിച്ചു എന്നുള്ള കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തുടർന്നും ക്ലാസ് ബേസ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കാണാനായിട്ടത് സഹായിക്കും.